ഫ്രണ്ട്സ്, ബ്യൂട്ടി ആൻഡ് ടേസ്റ്റി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീട്ടിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പൊ അല്ലാതെ നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി, നമ്മുടെ അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സവാള വേണം. ഞാൻ വളരെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 3 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ സവാള എടുത്തിട്ടുണ്ട്, അപ്പം അത് വേണം. ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് ടൊമാറ്റോ, അതുപോലെ സവാള, പിന്നെ ജിഞ്ചർ, പിന്നെ ഗാർലിക്, ഇത്രയും നമുക്കത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള. പിന്നെ പച്ചമുളക് ഉണ്ട് കേട്ടോ, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുണ്ട്. പിന്നെ നമുക്ക് ടൊമാറ്റോ നമുക്ക് ഒരു ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വളരെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കിസ്മിസ്, കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലാസ്റ്റ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് കുറേ കാലമായി ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി കഴിച്ചിട്ട്. ഞാൻ ബിരിയാണി ലവർ എന്നല്ല, കുറേ കാലത്തിന് ശേഷം നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, കുറച്ചേ ഞാൻ ആക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു 3 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്, നമുക്ക് ഇത്രയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ബാക്കി കാര്യങ്ങൾ നോക്കാമല്ലേ. ഫസ്റ്റ് നമുക്ക് പാന് നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമുക്ക് നെയ്യ് പറഞ്ഞു കൊടുക്കാം. അതിലോട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ സാവധാനം എടുത്തിട്ട് മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് ഇട്ടുവന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചിക്കൻ്റെ എല്ലാ ഐറ്റംസിലും അധികം ഞാൻ പെരിഞ്ജീരകം ഇടുന്നുണ്ട്. പെരിഞ്ജീരകം ഇട്ട ചിക്കൻ കറി ആയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ടൊമാറ്റോയും ഉള്ളിയൊക്കെ കൂടിയിട്ട് നല്ലോണം മിക്സായി അതൊരു മസാല പരുവത്തിലോട്ട് മാറണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു പേസ്റ്റ്, അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് അടി പിടിക്കാതെ നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു പാത്രമായിരിക്കുമ്പോൾ നമ്മൾ നല്ലോണം നീട്ടി വെച്ചിട്ട്, ഗ്യാസ് നല്ലോണം നീട്ടി വെച്ചിട്ട് ആക്കരുത്. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ 1 സ്പൂണ് കംപ്ലീറ്റ് ഇടുന്നില്ല, കാരണം വല്ലാതെ സ്പൈസി വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ അഡീഷണലി വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുത്തിട്ട് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മസാല ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു പാത്രം ബിരിയാണി റൈസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാർന്നു. എന്നിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സാധാ സ്റ്റെപ്പായിട്ട് ചെയ്യാം കേട്ടോ. അത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഉള്ളിയും കിസ്മിസൊക്കെ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ, പക്ഷെ ഞാനതൊരു ഫ്ലോയിൽ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മസാല, ചിക്കൻ വറുത്ത മസാല ഒക്കെ അത് ഒരു ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ നമ്മുടെ മല്ലിച്ചപ്പ് അങ്ങനെ എല്ലാതും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഇത് നമുക്കിപ്പോൾ ദം ബിരിയാണി പോലെ അങ്ങനെ റിസ്ക് എടുത്ത് ഞാൻ വെക്കുന്നില്ല, സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ വെക്കുന്നത്. ലാസ്റ്റ് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മോനിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. മുന്നേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണ്ട കേട്ടോ. മോൻ പറഞ്ഞു നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ച് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം മസാല എല്ലാം പാകത്തിനുള്ളൂ, നല്ല ടേസ്റ്റാണ്. ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും വെയിറ്റ് ചെയ്ത് തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.